പൂരം അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അതിൻ്റെ ആ എസൻസ് ഓഫ് പൂരം എന്ന് പറയുന്നത് നമുക്കങ്ങ് മനസ്സിൽ പതിപ്പിച്ചെടുക്കണമെങ്കിൽ ടി വിയിൽ തന്നെ കാണണം. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ഒരു സാധാരണ പൗരനെ പോലെ നിന്ന് പങ്കെടുക്കാനും അതിൽ നിന്ന് ആനന്ദം പകർന്നെടുക്കാനും സാധിക്കും. അതെന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, അസാധ്യവുമാണ്. അപ്പോൾ ടി വി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ പകർന്നു വന്നിട്ടുള്ള ആനന്ദവും അതുവഴി കിട്ടിയിട്ടുണ്ട്. വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടി വിയുടെ ഫ്രെയിമിനകത്ത് നിങ്ങൾ തന്നെ ക്യാമറയും കൊണ്ട് പരതുമല്ലേ അതിനെ ഒന്ന് ഫ്രെയിമിൽ പെടുത്താൻ വേണ്ടി. അത് പക്ഷേ നമുക്ക് ദൂരത്തിരുന്നും കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യും. എനിക്ക് വലിയ ഡെസിബൽ നോട്ട്സ് ഒന്നും എനിക്ക് സ്വീകരിക്കാനൊക്കത്തില്ല. ഞാൻ ആ ദൂരത്ത് ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് ഞാൻ കണ്ട് അങ്ങ് മതി അടഞ്ഞ് ഇരിക്കുകയാണെന്ന് പറയാം. പക്ഷേ എങ്കിലും സാമ്പിൾ ഒന്നുമല്ല എന്ന് മന്ത്രി രാജൻ പറയുന്നു. ഇതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് വെടിക്കെട്ട് ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു സ്വാർത്ഥത അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഏത് വിധേനയും വന്നു നിന്ന് അത് അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രമിക്കും. ഇലഞ്ഞിത്തറ മേളം ഇത്തവണ എന്തായാലും ഇല്ല. അടുത്ത വർഷം കുറച്ചുകൂടി സജ്ജമായിട്ട് നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കാണണം. അങ്ങനെ ഓരോ തവണയായിട്ട് എല്ലാ അംശങ്ങളും എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കും.